ആ ഇതാ ഞാൻ പറഞ്ഞത്, ടൈം ട്രാവൽ ചെയ്യുമ്പോൾ ഇച്ചിരി ബോധമുള്ളവരെ കൂടെ കൂട്ടണമെന്ന്. ഇനി മേലെ ഞാൻ ഇല്ലാതെ ആ സാധനം ഉപയോഗിച്ചേക്കരുത്. ബ്ലാഡി ഫൂ. ഇതെന്ത് സ്വാതന്ത്ര്യത്തിന് അന്ന് പോലും ആ ക്ലാസ്സിന് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ആളാ. മിസ്റ്റർ വൈദ്യർ, ഇതപ്പം തുറക്കും. ഹേയ്, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ദാസന്റെ കാലിലത്തെ മുറിവില്ലേ, അത് പഴുപ്പ് കയറി. അത് മുള്ളൊന്നും അല്ലായിരുന്നു. ഇപ്പൊ സീരിയസ് ആയി ആസ്പത്രിയിലാ. ഞാൻ അന്നേ പറഞ്ഞതാ, കാട്ടിയാമ്പകത്തിന്റെ പൂവ് വവ്വാലിന്റെ ചിറക് കൂട്ടി അടിച്ചാ മതി. കേട്ടില്ല. വവ്വാലാ? ഷേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? വേറെ കടന്ന് ചായ കുടിക്കാം, അല്ലാതെ എന്ത്? അതല്ലടാ, ദാസറിൻ്റെ കാര്യം കഷ്ടമായി പോയി. എടാ, നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കണ്ടാലോ? പോയി കാണാം, പക്ഷെ ഹോസ്പിറ്റലല്ല. പിന്നെ ഓക്കേ. ഡേറ്റ് ചെയ്ത് തന്നെയാന്ന് ഉറപ്പാണോ? ആടാ, നീ വന്നതിൻ്റെ അത് രാത്രി. എന്നിട്ട് പുള്ളിനെ കാണാനില്ലല്ലോ. അതിപ്പോൾ കട കൂട്ടാൻ ചിലപ്പോൾ ലേറ്റ് ആകുമായിരിക്കും. അല്ല, ആണിപ്പോൾ എവിടെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നീ തൽക്കാലം പുള്ളിയോടെ എന്തെങ്കിലും സംസാരിച്ച് നിൽക്കുക. ഞാൻ ആ ആപ്പിലൊന്ന് വരത് തപ്പട്ടെ. ദാസേട്ടാ. ആ, നീയോ? എന്താടാ ഇവിടെ? ഓ, ഞങ്ങളിവിടെ കണ്ട് കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് വന്നേ. അപ്പം സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്. കട അടച്ചോളൂ? അതെ, ഇപ്പോൾ അടച്ചേ ഉള്ളൂ. എടാ, നിന്റെ ജോലി വല്ലതും ശരിയായോ? രാവിലെ ഇന്റർവ്യൂ ഒരെണ്ണമുണ്ടായിരുന്നു, അതും കിട്ടിയില്ല. ഓ, ആടാ, പിന്നെ ഇവന്റെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞേ? ഇവൻ ഇടുക്കിയിൽ എവിടെയാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇവൻ മലമണ്ടയ്ക്ക് എവിടെയാണെന്നാ പറയുന്നത്. മലയാളം ഇവനെന്താ കോരങ്ങനെ? ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലില്ല, വീട്ടിൽ ചെന്നിട്ട് ഇനി എന്തായാലും ഉണ്ടാക്കണം. ആ വളവ് തിരിഞ്ഞ് എൻ്റെ വീടാ, അവിടുന്ന് കഴിക്കാൻ പോവാ. ഓ, കുഴപ്പമില്ല, അവിടെ പോയിട്ട് കുറച്ച് പണിയുണ്ടായിരുന്നേ. ആ, എന്നാ നിങ്ങൾ വന്നേ. എന്ത് പണി? ഇനി അവിടെ ചെന്നാലും കഴിക്കാനൊന്നുമില്ല. എന്താടാ? അല്ല, ചോറിന്റെ കൂടെ മീൻചാറ് വല്ലതും ഉണ്ടോന്ന് ചോദിക്കായിരുന്നു. അതൊക്കെ ഉണ്ട്, ബാ. ഉണ്ടെന്ന് വാ.